ചരിത്രങ്ങളും കാഴ്ചകളും തേടിയുള്ള യാത്രയാണ് ഗ്രീൻ മീഡിയ വിഷൻ ചാനലിൻ്റെത്. ഇന്നും അതുപോലെ മനോഹരമായൊരു സ്ഥലത്തേക്കാണ്. ഒരുപാട് പേർ കേട്ട് കണ്ട് അറിഞ്ഞ സ്ഥലം തന്നെയാണ്. എങ്കിലും ഞങ്ങളുടെ കാഴ്ചപ്പാടിൽ വീണ്ടും ഒരു യാത്രയാണ്. ഒരു കാലത്ത് ബ്രിട്ടീഷുകാർ കാട് വെട്ടിത്തെളിച്ച് തേയില കൃഷി ചെയ്ത വനഗ്രാമം. അഗസ്ത്യാർ മലയുടെ അടിത്തട്ടിൽ മനോഹരമായ ഗ്രാമത്തിൽ സമ്പന്നതയോടെ ജീവിച്ചിരുന്ന ഗ്രാമീണർ. പട്ടണത്തിൽ പോലും വൈദ്യുതി ഇല്ലാതിരുന്ന സമയം ബോണക്കാട് എന്ന ബ്രിട്ടീഷ് നിർമ്മിത ഗ്രാമത്തിൽ എല്ലായിടത്തും വൈദ്യുതി വെട്ടമുണ്ടായിരുന്നു. അത്രയ്ക്കും സമ്പന്നമായിരുന്ന ആ ഗ്രാമത്തിന്റെ അവസ്ഥ ഇന്ന് എന്താണ്? തിരുവനന്തപുരം നഗരത്തിൽ നിന്നും 61 കിലോമീറ്റർ കിഴക്കായി സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ് ബോണക്കാട്. വിതുര മരുതാമല വഴി ഇവിടെ എത്തിച്ചേരാം. പൊന്മുടിക്കടുത്തായി സ്ഥിതി ചെയ്യുന്ന ഒരു പ്രദേശം കൂടിയാണിത്. അഗസ്ത്യാർകൂടത്തിലേക്കും ബോണക്കാട് വഴിയാണ് പോകേണ്ടത്. ബ്രിട്ടീഷുകാർ സ്ഥാപിച്ച ഒരു തേയിലത്തോട്ടത്തിന്റെ ശേഷിപ്പുകളാണ് ഇന്ന് കാഴ്ചയിൽ. വർഷങ്ങൾക്ക് മുൻപേ പൂട്ടിപ്പോയ തേയില ഫാക്ടറിയും നശിച്ചു നാമാവശേഷമായ ഫാക്ടറിയുടെ അകത്തളങ്ങളും കാണുമ്പോൾ ഒരു കാലഘട്ടത്തിലെ പ്രൗഢിയുടെ ഓർമ്മകൾ നമ്മുടെ മനസ്സിലേക്ക് ഇങ്ങനെ ഓടിയെത്തും. ഈ കാണുന്ന കാഴ്ചകൾ ശരിക്കും സത്യത്തിൽ നമ്മളെ വല്ലാതെ അങ്ങ് വിഷമിപ്പിക്കും. ഒരു കാലഘട്ടത്തിൽ എത്രയോ പേർ ഉപജീവനമായി കൊണ്ടു നടന്ന ഒരു ഫാക്ടറിയുടെ കാഴ്ചകളാണിത്. ഒരു കാലത്ത് പ്രൗഢിയോടെ നിന്ന കൊളോണിയൻ കാലഘട്ടത്തിലെ ഒരു വലിയ വ്യവസായ സ്ഥാപനത്തിന്റെ ശേഷിപ്പുകളുടെ കാഴ്ചകളാണ്, അതിന്റെ വിശേഷങ്ങളാണ് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. അപ്പോൾ നമ്മൾ യാത്രയിൽ ബോണക്കാട് എത്തിയെങ്കിലും ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് ബോണക്കാട് ടീ എസ്റ്റേറ്റിന്റെ പഴയ എസ്റ്റേറ്റിന്റെ കാഴ്ചകളാണ്. പൂൻമുടി എസ്റ്റേറ്റ് എന്നാണ്. 1957 രജിസ്റ്റർ ആണ് എൻ്റെ ഇരിക്കുന്നത്. ഈ 1957 കമ്പ്യൂട്ടർ ഒന്നും ഇല്ലായിരുന്ന ഒരു കാലഘട്ടം. ഇങ്ങനെ കണ്ടോ, വളരെ നൈസായിട്ടുള്ള എഴുത്താണ്. ഒറ്റ നോട്ടത്തിൽ കമ്പ്യൂട്ടർ പ്രിന്റിംഗ് ആണെന്നേ തോന്നുന്നു. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കുക, അന്നത്തെ ടെക്നോളജി, അന്നത്തെ അറ്റൻഡേഴ്സും ഒക്കെ വളരെ ഇന്ന് ഇത്രയും മനോഹരമായിട്ട് നമ്മുടെ ഒരു സർക്കാർ ഓഫീസിൽ പോലും ഇത്ര വൃത്തിയായിട്ടൊരു രജിസ്റ്റർ കാണാനില്ല. അത് കഴിഞ്ഞാൽ നമ്മൾ കാണുന്നത് അന്നത്തെ ഇവിടുത്തെ മാനേജർക്ക് വന്ന ടെലഗ്രാമാണ്. 1979 ടെലഗ്രാം പേജാണ്. അങ്ങനെ ഒത്തിരി സംഭവങ്ങളുണ്ട്, ചരിത്രങ്ങൾ ഉറങ്ങുന്ന സ്ഥലമാണ്. അപ്പോൾ ഈ പൂൻമുടി എന്ന് പറയുന്നത് പൊന്മുടിയാണ് കേട്ടോ. അപ്പോൾ ആ പൊന്മുടിയുടെ സ്ഥലത്ത് തന്നെയാണ്. അന്നത്തെ ലെറ്റേഴ്സിന് വ്യത്യാസമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ നിൽക്കുന്ന അന്നത്തെ രജിസ്റ്ററുകളുടെയും അന്നത്തെ ബില്ലുകളുടെയും ഒക്കെ നടുക്കാണ്. ബ്രിട്ടീഷുകാരാണ് ഇത് സ്ഥാപിച്ചത്. ഇത് ബ്രിട്ടീഷുകാരാണ് സ്ഥാപിച്ചത്. ഇതിന് 100 വർഷം പഴക്കമുണ്ട്. ഉണ്ട്. ആ സമയത്ത് നല്ല പ്രോസസിംഗ് നടന്നിട്ടുള്ള സ്ഥലമാണ്. നല്ല എസ്റ്റേറ്റ് ആയിട്ട് അവരെ ജനറേറ്റർ, ഇതും അതും ജനറേറ്റർ ആണ്. ഇതിപ്പോ ആരുടെ അണ്ടറിലാണ് പ്രവർത്തിക്കുന്നത്? ഇത് മവാർ പ്ലാന്റേഷൻ, ബോംബെക്കാരൻ. ഇത് ഒരു ഇഞ്ചിന് ഓടിയ ഇവിടെ ഫാക്ടറിക്ക് കറണ്ട്, ഒരു ഇഞ്ചിന് ഓടിയ ഇവിടുത്തെ മെഷീനറി, ഇത് കറണ്ട്, ഇത് ഓടിയ മൊത്തം കറണ്ട്. ഇത് മൊത്തം ഈ കമ്പി അലോങ്, അതുകൊണ്ട് ആ കമ്പി ചുറ്റും. ആ കമ്പി ചുറ്റുമ്പോൾ ഈ ഫാക്ടറിനകത്ത് എവിടെയൊക്കെ അരിപ്പ് തേയില വറുക്കാനുള്ളത്, ചല്ലട കൊണ്ട് അരിക്കാനുള്ളത് മൊത്തം ജനറേറ്റർ കൊണ്ടാണ്. അതിനുശേഷമാണ് 95 ഈ ജനറേറ്റർ കൊണ്ടുവന്നത്. അതിന്റെ കുറ്റി കംപ്ലൈന്റ് ആയി മഹാവീർ കമ്പനിക്കാരൻ കൊണ്ടുവന്നത്. അപ്പൊ ഇതിന്റെ ഒരു ഉണ്ട്, അത് കംപ്ലൈന്റ് പറഞ്ഞ് എറണാകുളത്തിൽ കൊണ്ടുപോയി, എറണാകുളത്തിൽ കൊണ്ടിട്ടിരിക്കുക. ഇത് അങ്ങനെ അത് തുരിച്ചു പോയി. പിന്നെ ഇത് മൊത്തത്തിലും കളഞ്ഞിട്ട് പോയിട്ട് കൃത്യം ഇപ്പോ ഒരു 2014 വരെ ഇവിടെ ഓടില്ല. ഞാൻ ഈ ഫാക്ടറിനകത്ത് ജോലി ചെയ്തിട്ടുണ്ട്. കാരണം തൊഴിലാളിയായിട്ട് പണി ചെയ്ത്, തൊഴിലാളിയായിട്ട് ഞാൻ 87 വരെ ഞാൻ അവിടെ പണി ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഞാൻ സൂപ്പർവൈസറായി. അതിനുശേഷമാണ് ലോക്കൗട്ട്. ഞാൻ സൂപ്പർവൈസറായിട്ട് മറ്റേ ഡിവിഷനിലായിരുന്നു. അവിടെ നിന്ന് ഡാൻസർ ചെയ്ത് ഇവിടെ കൊണ്ടുവന്നു. ഇവിടെ ഡാൻസറായി ബോണക്കാട്. പിന്നെ ഇവിടെ സൂപ്പർവൈസർ, ഫീൽഡിൽ സൂപ്പർവൈസറായിരുന്നു. പിന്നെ റബ്ബറിൽ സൂപ്പർവൈസറായിരുന്നു. ഉണ്ട്. ഏലക്കാടാണ്. ഏലം ഉണ്ടായിരുന്നു. ഏലമൊക്കെ അഴിഞ്ഞു പോയി. എന്നുവെച്ചാൽ കാട് വനം കയറിയത് കൊണ്ട് ഏലം അഴിഞ്ഞു പോയി. പിന്നെ കുരുമുളകുണ്ട്. കുരുമുളക് പിന്നെ അവിടെ ഉണ്ട്, പക്ഷെ ആരും ഭരിക്കാൻ പറ്റത്തില്ല. ഇത് കറണ്ടിന്റെ, അത് ബെൽറ്റ് ഇട്ട് ഇവിടുത്തെ എഞ്ചിനീയറുള്ള മറ്റേ വർക്കിംഗ്, മറ്റേ എഞ്ചിനിൽ ജനറേറ്ററിൽ ഓടുന്ന സാധനങ്ങൾ ഈ ഇതിന്റെ കാരണം. അതിനുശേഷമാണ് അത് വന്നത്. അതന്നെ ഇത് ഒരു ജനറേറ്റർ പീസാക്കിയിട്ടേക്കണം. ഇത് അങ്ങ് വരെ ഒറ്റ കമ്പിൽ ഓടുമ്പോൾ ഒരുപാട് തേയില അരിച്ചെടുക്കാൻ, സൈസ് ക്വാളിറ്റി തിരിച്ചെടുക്കാനുള്ള സാധനം ജർമ്മനിക്കാരെ കൊണ്ടുവച്ചത്. തേയില അരയ്ക്കുന്നത് അതുകൊണ്ട് അത് കറങ്ങുന്നത് അച്ചയ്ക്ക് അരച്ച് വന്നിട്ട് അവിടെ നിന്ന് അരച്ചിടുമ്പോ ഇത് പുട്ടുപുട്ടായിരിക്കും. അത് ഒലഞ്ഞ് കിട്ടാൻ വേണ്ടിയാണ്
ഈ ഡ്രം എന്ന് പറയും. ഇത് എത്ര അറച്ച് വരണ ഇല അനുസരിച്ച് ഇതിനകത്ത് തട്ടിക്കൊണ്ടിരിക്കും. ആ അങ്ങനെ ലോഡായ സകലം നിരത്തിയിടും. അത് ഇതേ നിർത്തില്ല അവിടെ ഇത് അപ്പൊ ഇത് കറങ്ങാനുള്ള പവറാണ് ആ ജനറേറ്റർ കൊടുക്കുന്നത്. കൊടുക്കണത് ശരിക്കും ഒരു ബർണറാണ്. ബർണറാണ്. ഇല മാറ്റിയെടുക്കാൻ വേണ്ടിയുള്ള ബർണർ. ഇത് ഇങ്ങനെ വന്ന് ഇവിടെ ഈ ഇല ഇവിടെ വരും. ഇല അങ്ങനെ വന്ന് റോൾ ചെയ്ത് പൊടിയായിട്ട് അങ്ങ് വിടും. പച്ച ഇല ഇതിനകത്ത് എടുത്ത് വയ്ക്കും. കണ്ട ഇതിനകത്ത് ഇതിനകത്തുനിന്ന് അരിച്ച് ആദ്യം ഓരോ ചട്ടി തൂക്കി ഇതിനകത്ത് വയ്ക്കും. അത് അപ്പുറത്തേക്ക് കറങ്ങി. ഇത് അപ്പുറത്ത് അങ്ങ് കിറക്കി എടുക്കും. ഇതാണ് മറ്റേ അരിക്കുന്നത്. ഇത് ഇന്ന് ഇല എടുത്ത് ഇത് കമ്പിലാണ് ഓടുന്നത്. ഇവിടെ ഒരു പടിയുണ്ട്. നമ്മുടെ അരിപ്പ് ഇത് അടുപ്പാണ് അപ്പുറത്ത്. ഗ്രേഡ് എടുക്കുന്നത്. ഗ്രേഡ് ഇതിനകത്ത് ഒരേ ഗ്രേഡ് ആയിട്ട് വന്ന് വീഴും. അത് ഈ പെട്ടിനകത്തൂടെ വന്ന് വീഴും. ഇതിനകത്ത് വീഴുമ്പോ ഇവിടുന്ന് കയറി തട്ടുകയും ചെയ്യും. പച്ചക്ക് ഇവിടെ തട്ടും. ഇത് ഒരു 7 ചല്ലട അങ്ങനെ മരിഞ്ഞ് വരുമ്പോ കിട്ടും. അതേപോലെ 2 അടുപ്പുണ്ട്. കറക്റ്റ് 6 മണിക്കൂറിനകം 20 നിമിഷം 25 നിമിഷത്തിനകത്ത് ഇവിടെ ഇടുന്ന ഇല ഇവിടെ തട്ടിന് ഓരോ തട്ട പോയി വരുമ്പോ കരിയും, ഉണങ്ങി കിട്ടും. ഇതുവഴിയാണ് ഈ ഇതിന്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഒക്കെ ആണല്ലോ. ഇത് തന്നെ ഈ ഇല ഇതാണ്ട ഇത് തട്ടാണ്. ഇതാണ്ട ഇത് ഓരോ തട്ടാണ്. ഈ തട്ടിങ് കിറങ്ങും. ഈ തട്ട് കിറങ്ങി ഇതിൽ വീഴും. അത് ഇങ്ങനെ അങ്ങനെ വരുമ്പോ ഒരു 20, 25, 30 മിനിറ്റ് വരും. ആ റോൾ ഇങ്ങനെ കിറങ്ങി കറക്റ്റ് ഈ കമ്പിൽ ഓടുന്ന സാധനമാണ് അടുപ്പ്. ഇവിടെ വരെ വിടും. വലിയ തടി ഇവിടെ കൊണ്ടിട്ടിട്ടേ ഇത് അടുപ്പാണ്. അതൊക്കെ പൊടിഞ്ഞു പോയി. ഈ വിറവിനകത്ത് ഇതിനകത്ത് കയറ്റും. ഇത് തുറന്നിട്ട് ഇത് തുറക്കും. ഇതിനകത്ത് വിറവ് കയറ്റി കൊടുക്കും. ഇടിച്ച് കമ്പി കയറ്റി കൊടുക്കും. അവിടെ ചെന്ന് കാങ്ക പിടിക്കും മറ്റേ കമ്പി കൂടെ. അതിന്റെ ചൂട് നിൽക്കാൻ വേണ്ടി, ഹീറ്റ് നിൽക്കാൻ വേണ്ടി ബ്രിട്ടീഷുകാരെ കൊണ്ടുവച്ചത് തന്നെ. അതന്നെ അതൊക്കെ പറ്റാത്ത സാധനം. ഇതിലാണ് ആയിൽ വന്നിടുന്നത്. ആയിലുണ്ട്. ഇപ്പൊ ഇല്ല. ഇപ്പൊ ചിലപ്പോൾ നല്ല പെട്ടിയാണെങ്കിൽ സ്ഥലം കാണും. എന്റെ അടുപ്പാ. ഈ ഒരേ സമയത്ത് എത്ര ജീവനക്കാരുണ്ടായിരുന്നു ഇവിടെ ആ സമയത്ത്? ഇതിനകത്ത് ഒരു 80 തൊഴിലാളി ഉണ്ടായിരുന്നു. ഇതിനകത്ത് മാത്രം ഫാക്ടറി 2 ഷിഫ്റ്റ് ആയിട്ട്. ബ്രിട്ടീഷുകാരായിരുന്നു. മഹാവീർ കമ്പനി എടുക്കുന്നത്. മഹാവീർ ജനറേറ്ററിനുള്ള കണക്ഷൻ ആണ് ഇത്. ഈ ജനറേറ്റർ അല്ല, മറ്റേ കമ്പി റോളറില് ഇത് കറങ്ങുമ്പോ ഇതിനകത്ത് കാറ്റ് കിട്ടും. ഈ കാറ്റാണ് അകത്ത് ചൂട് അവിടെ കൊണ്ടുപോകണത്. അതാണ്ട ഇതിനകത്തൂടെ ഇതിനകത്തൂടെ ഈ ചൂട് അടുപ്പിനകത്ത് ഇവിടെ വന്ന് കയറും. വലിയ പ്രോസസിംഗ് ആണ് തന്നെ. ഇതൊക്കെയാണ് മറ്റേ ജനറേറ്ററിൽ ഓടുന്ന സാധനങ്ങൾ. കറണ്ടിന്റെ ഇത് റോളറിൽ ഓടണാണ്. ഇതെല്ലാം പലവരെയും എടുത്തോണ്ട് പോയെന്നു. ഇതിന്റെ വേസ്റ്റ് ഈ വേസ്റ്റ് ഇവിടെ പൊടിയൊക്കെ പറക്കൂലേ, അപ്പൊ ഇത് വേസ്റ്റ് ഇതിൽ കൂടെ അവിടെ കാറ്റാടിയുണ്ട് ഇതിനകത്ത്. അത് അങ്ങെടുത്ത് വെളിയിൽ വിടും. ഫിൽറ്റർ ചെയ്യണ ഇതൊക്കെ ഈ കമ്പി ഈ റോളറിൽ ഓടുന്ന സാധനമാണ്. ഏത് ഇതാണ്ടിരിക്കുന്നത് അലാങ്ക്. ഈ അലാങ്കിൽ ഓടുന്ന സാധനമാണ്. അവിടെ നിന്ന് ഡയറക്റ്റ് ഉണ്ടല്ലേ. ഇതങ്ങനെയാണ്. ഇതിങ്ങനെ അടിച്ചോണ്ടിരിക്കും. അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ചോണ്ടിരിക്കും. ഇതിലൊരു ക്വാളിറ്റി വരും, ഇതിനകത്ത് ഒരു ക്വാളിറ്റി വരും. അതുപോലെ ഇതും അതന്നെ. ഇത് അടിച്ചോണ്ടിരിക്കും. ഇതിലൊന്ന് ഇതാ ഇങ്ങനെ പല ക്വാളിറ്റി ആയിട്ട് വരും. പിന്നെ ഗ്രേഡ് തിരിക്കുന്ന ഒരു മെഷീനും ഒരു പെട്ടി. ആ സാധനം കറക്റ്റ് ഇറങ്ങി നല്ല സാധനം നോക്കി വന്നുണ്ട്. ഈ സാധനങ്ങളെല്ലാം നമ്മളൊരു 100 വർഷം പഴക്കമുള്ള ഐറ്റംസ് ആണ്. ബിൽഡിംഗ് സഹിതം അതന്നെ കാലത്ത് ഇവിടെ രാജകീയമായി ഓടിക്കൊണ്ടിരുന്ന സംഭവമാണ്. അപ്പൊ എത്ര ഏക്കറുണ്ട് മൊത്തം? 3400 ഏക്കറുണ്ട്. പക്ഷെ 5000 ഏക്കർ ചുറ്റുള്ള വരും. റബ്ബർ എസ്റ്റേറ്റ് മാത്രമേ ഉള്ളൂ ഇതിനകത്ത്. ഇതിനകത്ത് അപ്പോഴേ കുരുമുളക്, ഏലം, തെങ്ങൊക്കെ ഉണ്ട്. എല്ലാം ആന പിഴുത് കൊണ്ടുപോയി. കമുക് ഇതെല്ലാം ഉണ്ടായിരുന്നു. എല്ലാം ആന ഇപ്പോൾ പോയാലും അപ്പുറത്ത് കാണും. ഒന്നും കുറച്ച് ഇടണം. കുറച്ചുകൂടെ ഇടണം. കുറച്ച് കട്ടൻ ചായക്ക് പോണ സാധനമാണ്. ബെസ്റ്റ് അല്ല. DOP. ഈ തേയില ഇവർക്ക് ബ്രാൻഡ് ഒന്നും ഇല്ലായിരുന്നല്ലോ. ഇവര് കൊടുക്കുമായിരുന്നു തേയില കമ്പനികൾക്ക്. പല അവിടെ നിന്ന് കൊടുക്കും. അങ്ങ് കപ്പലിൽ ലോഡ് വരെ കയറ്റാൻ കൊണ്ടുപോകും. ഇവർക്ക് പ്രത്യേകിച്ച് ബ്രാൻഡ് ഒന്നും ഇല്ലായിരുന്നു. കൊച്ചിയിലുണ്ടായിരുന്നു. കൊച്ചിയില് ഒരു ഓഫീസ് ഉണ്ടായിരുന്നു. അവർക്ക് ലേബില് തേയില ഇറക്കുന്നുണ്ടായിരുന്നു.
ഉണ്ടായിരുന്നു. മഹാവീർ അവരുടെ തേയില. രണ്ടാമത് ബ്രിട്ടീഷുകാരെ എടുത്ത കമ്പനി കാറ് അവരുടെ പടം ഇട്ട് തേയില ഇലയിൽ ഇത് വെച്ച് ഇവര് പിന്നെ എന്താണ് ഈ തേയില ഫാക്ടറി നിർത്തിപ്പോകാൻ കാരണം? അത് ഇവര് യൂണിയൻ ബാങ്കിൽ ഒരുപാട് കടം എടുത്ത് ലോണ് 90-ല് ആ ലോൺ ഇവർ അടച്ചില്ല. ഇവർ തമിഴ്നാട്ടിലപ്പോൾ 2-3 എസ്റ്റേറ്റ് വാങ്ങിച്ചു. അത് വാങ്ങിച്ചപ്പോൾ ഇത് അടയ്ക്കാതെ വന്നപ്പോൾ ഇത് ഭയങ്കര ഇന്നും ആയിട്ടില്ല. ഇതിപ്പോൾ ഒരുപാട് അങ്ങനെ യൂണിയൻ ബാങ്കിന്റെ കയ്യിൽ ഒന്ന് പ്രാടമുണ്ട്, പൈസ അടച്ചില്ല. അപ്പൊ അവരും ചെത്തി ചെയ്തിട്ടതിന് ശേഷം ആ മുതലാളി ഇവിടെ വന്ന് തിരിഞ്ഞു നോക്കത്തില്ല. ഇപ്പൊ ഈ തരമായി ഞങ്ങൾക്ക് കാശ് കിട്ടാനുണ്ട്, അതും കിട്ടിയില്ല. ഞങ്ങൾക്ക് 40 വർഷം ജോലി ചെയ്തതുണ്ട്. ഇനി 40 വർഷം ജോലി ചെയ്തെന്ന് പറഞ്ഞിട്ടിട്ട് നമുക്ക് എന്തെങ്കിലും ഉണ്ട് കമ്പനിക്കാരനെ. ഞങ്ങൾക്ക് ആനുകൂല്യം ഇനി ഒരു തൊഴിലാളിക്ക് 5 ലക്ഷം രൂപയെങ്കിലും കുറഞ്ഞത്, ഞങ്ങൾ കൂടുതലൊന്നും ആഗ്രഹിക്കില്ല. സർക്കാർ ഒരു 5 ലക്ഷം രൂപ വീതം ഒരു തൊഴിലാളിക്ക് കൊടുത്ത് ഞങ്ങളെ ഇവിടെ വയസ്സായി ഇനി പറ്റൂല എന്ന് ഇറങ്ങി വിട്ടാൽ ഞങ്ങൾ പോകും. ഇതിന് കേസുണ്ട്. ഇത് ഒരു ബ്രിട്ടാനിക്കൽ കാർഡിനോ അല്ലെങ്കിൽ ടൂറിസ്റ്റ് കേന്ദ്രമോ അല്ല ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് എടുക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. എടുത്ത് ഞങ്ങൾ ആനുകൂല്യം തന്നെ പിരിച്ചു വിടുക. അതേ കാലഘട്ടത്തിലുള്ള തന്നെ ഇതന്നെ വലിയ ഓഫീസ്. അന്നത്തെ അണ്ണന്റെ ഒക്കെ റെക്കോർഡുകളാണോ കിടക്കുന്നത്? എല്ലാരും റെക്കോർഡ് ഇതിലുണ്ട്. 50 വർഷം പഴക്കമുള്ള റെക്കോർഡുകളാണല്ലേ? 50-100 വർഷം പഴക്കമുള്ള റെക്കോർഡുകൾ. ഈ കിടക്കുന്നതൊക്കെ ചരിത്രങ്ങളാണ് കേട്ടോ. നമ്മുടെ ബോണക്കാട് ടി എസ്റ്റേറ്റിലെ ഓഫീസിന്റെ കാഴ്ചയാണ്. ആ കാലഘട്ടത്തിൽ 100 വർഷം പഴക്കമുള്ള രജിസ്റ്ററുകളും അതുപോലെ തന്നെ ശമ്പള റെസീറ്റുകളും ഒക്കെയാണ് കാണുന്നത്. ഒരു ഭയങ്കര സംഭവമായിരുന്നു. ഇത്രയും വർഷം പഴക്കമുള്ള കാഴ്ച തന്നെ. രജിസ്റ്ററുകൾ സൂക്ഷിച്ചിരുന്ന സ്ഥലമാണ്. അപ്പോൾ ഇന്ന് കന്നുകാലികളൊക്കെ മെഞ്ഞു കിടക്കുന്ന സ്ഥലമാണ് കേട്ടോ. ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് ഒപ്പിടിയില്ല, ഫിംഗർ പ്രിന്റ് ഒക്കെ വെച്ചിട്ടായിരിക്കും അന്ന് ശമ്പളം കൊടുക്കുന്നത്. കൊളോണിയൻ കാലഘട്ടം അവസാനിച്ചെങ്കിലും ഒരു കാലത്ത് മലയോര മേഖലകളിലും ഇതുപോലെയുള്ള സ്ഥലങ്ങളിലുമൊക്കെ ടീ എസ്റ്റേറ്റുകളും മറ്റു ഫാക്ടറികളും സ്ഥാപിച്ച ബ്രിട്ടീഷുകാർ നിരവധി പേർക്കാണ് തൊഴിലവസരങ്ങൾ നൽകിയിരുന്നത്. ഏതായാലും ബോണക്കാടിന്റെ കാഴ്ചകൾ വളരെ മനോഹരമാണ്. എങ്കിലും അവിടെ ദുഃഖമനുഭവിക്കുന്ന ഒരുപാട് തൊഴിലാളികളുണ്ട്. നെടുമങ്ങാട് നിന്നും വിതുര വഴി ബോണക്കാടേക്ക് KSRTC സർവീസ് 1-2 സമയത്തേക്ക് മാത്രമാണ്. വനമേഖലയായതിനാൽ ഇതിനെ ആശ്രയിച്ചാണ് ആൾക്കാരുടെ യാത്രയും. യാത്രാക്കാഴ്ചകൾ കണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനും മറക്കരുത്. നെടുമങ്ങാട് വിതുര പഞ്ചായത്തിലെ ബോണക്കാട് എസ്റ്റേറ്റിലെ പഴയ തേയില ഫാക്ടറിയുടെ കാഴ്ചകളാണ്. ഇപ്പോൾ കാണുമ്പോൾ നിങ്ങൾക്കൊരു ഡ്രാക്കുള കോട്ട പോലെയൊക്കെ കാണാം. അത്രയ്ക്കും ഭയാനകമായ ഒരു അന്തരീക്ഷത്തിലാണ്. കാരണം ബ്രിട്ടീഷുകാരുടെ കൊളോണിയൻ കാലഘട്ടത്തിലെ പല കെട്ടിടങ്ങളും ഇങ്ങനെയൊക്കെ തന്നെയാണ്. ഗ്രീൻ മീഡിയ വിഷൻ യാത്രകൾ അവസാനിക്കുന്നില്ല. യാത്രാ കാഴ്ചകൾ ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും. എല്ലാവരും പിന്നാലെ വന്നോളൂ. ഓക്കെ.